ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്മനൽ പൂവിൻ്റെ ഇന്നത്തെ പുതിയൊരു എപ്പിസോഡ് വീഡിയോയിലേക്ക് സ്വാഗതം. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ ശ്രുതി മദ്യപിച്ച് വന്നതുകൊണ്ട് തന്നെ പോലീസുകാരോട് ഒരു കാരണമില്ലാതെ മിക്കിട്ട് കയറാണ് കേട്ടോ. അവസാനം കെട്ടിനെ പോലീസുകാർ ശ്രുതിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്. ശ്രുതിയുടെ ഫ്രണ്ടാകട്ടെ അവനെ കൊണ്ടുപോകാൻ അവനൊരു പാവമാണ്, മദ്യത്തിൻ്റെ ലഹരിയിൽ പറഞ്ഞതാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അരുണടക്കം ഒരു പോലീസുകാരും അത് കേൾക്കാൻ തയ്യാറാവുന്നില്ല. അവർ ശ്രുതിയുമായിട്ട് പോകുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്നതിന് ശേഷവും ശ്രുതി എൻ്റെ ഫ്രണ്ടിനോട് നിങ്ങൾ ചെയ്ത തെറ്റാണ്, എൻ്റെ ഫ്രണ്ടിനോട് നിങ്ങൾ മര്യാദയ്ക്ക് സോറി പറയേണ്ടതായിരുന്നു എന്നൊക്കെ പറയുന്ന സമയത്ത് നിന്നോട് മിണ്ടായിരിക്കാമല്ലോ പറഞ്ഞു, നീ മിണ്ടിക്കഴിഞ്ഞ് നിൻ്റെ അവസ്ഥ ഇതായിരിക്കുകയില്ല എന്ന കരുൺ താക്കീത് നൽകുന്നുണ്ട്. എന്നിരുന്നാലും ശ്രുതി പറയുകയാണ്, ഞാൻ നിങ്ങളെപ്പോലെയല്ല, എനിക്ക് 7 ഡിഗ്രി ഉണ്ട്, അതുകൊണ്ട് തന്നെ എന്നെ അതേ രീതിയിൽ ബഹുമാനിക്കണം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഇത്രയും വിദ്യാഭ്യാസം ഉണ്ടായിട്ടാണ് നീ ഇങ്ങനെയൊക്കെ നടക്കുന്നതെന്ന് ആരും ചോദിക്കുന്നുണ്ട്. അതൊന്നും എനിക്കറിയേണ്ട, നിങ്ങൾ ചെയ്ത് തെറ്റ് തന്നെയാണ്, നിങ്ങൾ എൻ്റെ കൂട്ടുകാരനോട് സോറി പറയണം, ഇല്ലെന്നാണ് ഈ കളി മാറുമെന്നൊക്കെ ശ്രുതി വീണ്ടും പറയുകയാണ് കേട്ടോ. ആ ഒരു സമയത്തും അരുൺ പരമാവധി ശ്രുതിയോട് മിണ്ടാതി ഇരിക്കാനൊക്കെ പറയുന്നുണ്ടെങ്കിൽ ശ്രുതി വേഗം പറയണം, നിങ്ങൾക്ക് എന്നെ തല്ലലും തോന്നുന്നുണ്ടോ, നിങ്ങൾ എന്നെ തല്ലിക്കഴിഞ്ഞാൽ എൻ്റെ അനിയൻ നിസ്സാരക്കാരനല്ല, അവൻ എൻ്റെ ദേഹത്ത് നിങ്ങൾ തൊട്ടു എന്ന് അറിഞ്ഞാൽ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങളെല്ലാവരും ഇടിച്ച് താഴെ ഇടുമെന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ ശ്രുതിയുടെ വാക്കുകൾ അതിൽ കിടക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അരുൺ വേഗം പറയുന്നുണ്ട്, ഇവൻ്റെ ഷർട്ട് ഒരു ഇവനെ സെല്ലിൽ അടയ്ക്കാൻ പറയണം. അങ്ങനെ ശ്രുതിയുടെ ഷർട്ട് ഒരു സെല്ലിൽ അടച്ചിടുകയാണ് കേട്ടോ. ഇതേ സമയം തന്നെ ശ്രുതിയുടെ ഫ്രണ്ട് നേരെ ചന്ദ്രോദയത്തിൽ എത്തിയതിന് ശേഷം സച്ചിയോട് ഈ ഒരു കാര്യം പറയുന്നുണ്ട്. ആ ഒരു സമയത്ത് അവിടെ രവി പത്രം വായിച്ചുകൊണ്ടിരിക്കുമായിരിക്കും കേട്ടോ. അപ്പോൾ പോലീസുകാർ അറസ്റ്റ് ചെയ്തു എന്നൊക്കെ അറിയുമ്പോഴത്തേക്ക് രവിക്ക് അത് ഭയങ്കര ഷോക്കാവുന്നുണ്ട്. സച്ചി വേഗം രവിയെ സമാധാനിപ്പിച്ചതിന് ശേഷം ഞാൻ ശ്രുതിയെ വിളിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് പോകുന്ന സമയത്ത് നീ ഒറ്റയ്ക്ക് പോകണ്ട, അവൻ എൻ്റെ മകനല്ലാതെ ഞാനും അവനെ പോയി വിളിച്ചുകൊണ്ട് വരാമെന്നും പറഞ്ഞുകൊണ്ട് സച്ചിയുടെ കൂടെ രവിയും പോകാൻ ഒരുങ്ങിയാണ് കേട്ടോ. ഇതെല്ലാം കണ്ടുകൊണ്ട് തന്നെ രവി ആകെ സങ്കടപ്പെട്ട് നിൽക്കുകയാണ്. ഇതേ സമയം തന്നെ പോലീസ് സ്റ്റേഷനിലാകട്ടെ സെല്ലിരുന്നു കൊണ്ടും ശ്രുതി തൻ്റെ വിഷമങ്ങൾ, അതായത് ശ്രുതി തന്നെ ഇട്ടേച്ച് പോയതുകൊണ്ടാണ് താൻ മദ്യപിച്ചത്, മാത്രമല്ല എൻ്റെ സുഹൃത്തിനോട് ഞങ്ങൾ ക്ഷമ പറയാതെ വളരെ മോശമായി പോയി എന്ന രീതിക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സമയത്താണ് സച്ചി രവിയെയും അതുപോലെ ശ്രുതിയുടെ ഫ്രണ്ടുമായിട്ട് അങ്ങോട്ടേക്ക് വരുന്നത്. വന്ന ഉടനെ തന്നെ രവി ശ്രുതി സെല്ലിൽ കിടക്കുന്ന കാണുമ്പോഴത്തേക്ക് ആകെ തകർന്നു പോവാണ് കേട്ടോ. ശ്രുതിനോട് പറയുന്നുണ്ട്, നീ എന്തിനാ മോനെ ഇങ്ങനെ കളിക്കുക, നിന്നെ ഈ ഒരു അവസ്ഥയിൽ അച്ഛനെ കാണ്ടി വന്നല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് സച്ചി വേഗം പോലീസുകാരോട് ചോദിക്കുന്നത്, എന്തിനാണ് മദ്യപിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അവനിങ്ങനെ സെല്ലിൽ ഷട്ടൂരി നിർത്തിയിരിക്കുന്നത്, അതിന് മാത്രം തെറ്റൊന്നും അവൻ ചെയ്തിട്ടില്ലല്ലോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് അരുൺ അങ്ങോട്ടേക്ക് വരുന്നത് കേട്ടോ. വേഗം തന്നെ സച്ചിയെ കാണുമ്പോഴത്തേക്കും അവരുടെ ദേഷ്യം കൂടി വരികയാണ്. ഓഹോ, നിൻ്റെ ചേട്ടനാണല്ലേ ഇവൻ, അനിയൻ റൗഡി, ചേട്ടൻ മദ്യപാനി, എന്താ നല്ല കുടുംബം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ മോശമായ രീതിയിൽ തന്നെ കുടുംബത്തെ പറയുന്ന സമയത്ത് സച്ചിക്ക് അത് സഹിക്കാനാവുന്നില്ല. സച്ചി നല്ല തിരിച്ച് മറുപടി പറയുന്നുണ്ട്. ആ ഒരു സമയം രവി പറയാൻ, ഒരിക്കലും ഞാൻ എൻ്റെ മക്കളെ ഇങ്ങനെ വളർത്തിയിട്ട് നല്ല രീതിയിൽ തന്നെയാണ് വളർത്തിയിരിക്കുന്നത്, അപ്പോൾ അവൻ്റെ ജീവിതത്തിൽ നടന്നൊരു ദുരന്തം, അതാണ് അവനിപ്പോൾ ഈ ഒരു സ്ഥിതിയിലാക്കിയത്, അവനൊരിക്കലും മദ്യപിച്ച് ഇങ്ങനെ നടക്കുന്നവനല്ല, മാത്രമല്ല എൻ്റെ മകൻ സച്ചി ഒരു റൗഡിയുമല്ല എന്നൊക്കെ രവി പറയുന്നുണ്ടെങ്കിലും മക്കളെ വളർത്തിയാൽ മാത്രം പോരാ, അവർ നല്ല രീതിയിൽ തന്നെ മക്കളെ ഉണ്ടാക്കിയാൽ മാത്രം പോരാ, അവർ നല്ല രീതിയിൽ വളർത്താനും പഠിക്കണമെന്ന കാര്യം പറയുമ്പോഴത്തേക്ക് ഈ വാക്കുകൾ അതിൽ കിടക്കുന്നുണ്ട്. മര്യാദയ്ക്ക് സംസാരിച്ചില്ലെങ്കിലും ഉണ്ടല്ലോ എന്നും പറഞ്ഞിട്ട് സച്ചി ദേഷ്യപ്പെട്ട് ചെല്ലുന്ന സമയത്ത്, എടാ മോനെ സച്ചി വേണ്ടടാ, അച്ഛനത് സംസാരിച്ചുള്ളൂ, നീ പുറത്തേക്ക് ചെല്ലുക എന്നും പറഞ്ഞുകൊണ്ട് സച്ചിനെ അവിടെ നിന്ന് പറഞ്ഞു വിടുവാനായിട്ട്. ആ ഒരു സമയത്ത് അരുൺ ചുമ്മാ ഏണി പിടിച്ച് സച്ചിയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ടെങ്കിലും അത് വളരെ ഗമ്യമായ രീതിയിൽ തന്നെ രവി ഇടപെട്ട് സച്ചിയെ പുറത്തേക്ക് ഇറക്കി വിടുന്നുണ്ട്. അതിനുശേഷം അരുണോടായിട്ട് സംസാരിക്കട്ടെ, എൻ്റെ മക്കൾ ഒരിക്കലും അതേ രീതിയിൽ ചെയ്യുന്നല്ല എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നുണ്ടെങ്കിൽ താനിത് കേസാക്കി ഇവനെ കോടതിയിൽ നിങ്ങൾ ഇറക്കിയാൽ മതി എന്നുള്ള വാശിയോട് കൂടി തന്നെ, അതായത് സച്ചിയോടുള്ളൊരു ദേഷ്യത്തോടു കൂടി തന്നെ അരുൺ നിൽക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് SI വരുന്നത് കേട്ടോ. SIയോട് കാര്യങ്ങൾ വളരെ വ്യക്തമായ രീതിയിൽ തന്നെ രവി പറഞ്ഞ് മനസ്സിലാക്കിയ തൻ്റെ മക്കൾ ഇങ്ങനെയൊന്നും ചെയ്യുന്നവനല്ല, റിട്ടയർഡ് കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥനാണെന്നൊക്കെ പറയുമ്പോഴത്തേക്കും SIക്ക് കാര്യം മനസ്സിലായി. SI പറയുന്നുണ്ട്, ഒരു അച്ഛൻ്റെ കണ്ണിലുള്ള സങ്കടമെല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ കണ്ണിൽ അറിയാം, അതുകൊണ്ട് തന്നെ അരുൺ ഇതൊരു കേസാക്കേണ്ട കാര്യമില്ല, ശ്രുതിനെ വിട്ടയച്ചേക്കാൻ പറയണം. മനസ്സിലോടുകൂടി തന്നെ അരുൺ ശ്രുതിയെ പുറത്തേക്ക് ഇറക്കി വിടുന്നുണ്ട് കേട്ടോ. പോകുന്ന സമയത്തും അരുണോടായിട്ട് ശ്രുതി പറയുന്നുണ്ട്, എൻ്റെ അനിയനെ ആരാ നിനക്കറിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇരിക്കുന്ന സമയത്തൊന്നും മിണ്ടാതിരിക്കട്ടെ, ശ്രുതി നീ ഇങ്ങോട്ട് വായെന്നും പറഞ്ഞുകൊണ്ട് രവി ശ്രുതിയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. ഇതേ സമയം തന്നെ പുറത്തേക്ക് ഇറങ്ങി നിൽക്കുന്ന സച്ചിയാണെങ്കിൽ ശ്രുതിയുടെ ഫ്രണ്ടിനോടായിട്ട് പറയുന്നുണ്ട്, എത്രയും വേഗം അവനെ പോലീസ് സ്റ്റേഷനിൽ ഇറക്കണം, അല്ലെന്നാണ് എന്നോടുള്ള ദേഷ്യം ആ പോലീസുകാരൻ അവനോട് തീർക്കാനുള്ള സാധ്യത കൂടുതലാണ്, ഞാൻ രേവതിനെ വിളിച്ചിട്ട് SI സാറിൻ്റെ ഭാര്യയോട് സംസാരിക്കാൻ പറയാമെന്നും പറഞ്ഞുകൊണ്ട് ഫോൺ എടുക്കുന്ന സമയത്താണ് രവി ശ്രുതിയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ടേക്ക് വരുന്നത് കേട്ടോ. അതിനുശേഷം രവിയും സച്ചിയും കൂടെ കൂടിയിട്ടാണ് തിരികെ ശ്രുതിയെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നത്. വീട്ടിൽ ചെന്ന ഉടനെ തന്നെ ശ്രുതി എൻ്റെ അമ്മയെന്നും പറഞ്ഞ് വിളിക്കുന്ന സമയത്ത് അമ്മ ഇവിടെയില്ല, എങ്ങോട്ടേക്ക് പോയതെന്ന് അറിയില്ല എന്ന് രേവതി മറുപടി പറയുന്നുണ്ട്. എങ്ങോട്ടാണ് പോയതെന്ന് അറിയില്ല എന്നോ, എൻ്റെ അമ്മയ്ക്ക് മാത്രമേ എന്നോട് ഈ വീട്ടിൽ സ്നേഹമുള്ളൂ എന്നും പറഞ്ഞിട്ട് ശ്രുതി വലിയ വായിൽ ഒച്ചെടുക്കാട്ടെ. ആ ഒരു സമയത്ത് രവി പറയുന്നുണ്ട്, നിൻ്റെ അമ്മയ്ക്ക് മാത്രമാണ് അവിടെ നിന്നോട് സ്നേഹമുള്ളൂ, ഞങ്ങൾക്ക് ആർക്ക് സ്നേഹമുള്ളതായിട്ട് നിനക്ക് തോന്നിയിട്ടില്ലേ എന്ന് ചോദിക്കുന്ന സമയത്ത് എനിക്ക് അങ്ങനെ തോന്നിയിട്ടേ ഇല്ല എന്ന് ശ്രുതി മറുപടി പറയുന്നത്
പറയുകയാണ് കേട്ടോ. അപ്പോൾ ശ്രുതിയുടെ വാക്കുകളെല്ലാം വളരെ നല്ല രീതിയിൽ തന്നെ രവിയെ വേദനിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗത്തോടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.